ഞാൻ പോകാൻ പോകുന്നത് ആനയൂട്ട് കാണാനാണ്. നമ്മുടെ ചെറായി ഗൗരീശ്വരം ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ ആനയൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോയി എന്ത് ചെയ്യാം നിർഭാഗ്യവശാൽ അവിടെ ആനയൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആനക്കുട്ടന്മാരും ആനക്കുട്ടികളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ പിടിയാന കൂട്ടങ്ങളെയൊക്കെ ഞാൻ ഒരുമിച്ച് കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇന്ന് പല പരിപാടികളും മാറ്റിവെച്ച് ആനയൂട്ടിന് വേണ്ടി പോകാനിരുന്നപ്പോൾ ആനയൂട്ട് കഴിഞ്ഞെങ്കിലും ഇവരെയൊക്കെ കാണാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. ഒത്തിരി ആളുകളുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഗൗരീശ്വരം ക്ഷേത്രത്തിലെ ആനയൂട്ടിനോടനുബന്ധിച്ചുള്ള തിരക്ക്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ തിരക്ക്. ഇത് ഞങ്ങളുടെ അമ്പലവും അമ്പലത്തിനോടനുബന്ധിച്ചുള്ള ഞങ്ങളുടെ ഗ്രൗണ്ടും ഒക്കെയാണ്. ചെറായി പൂരത്തിന് ഇവിടെയൊക്കെ നിറയെ ആളുകളായിരിക്കും കേട്ടോ. നിങ്ങൾ വീഡിയോയിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ചെറായി പൂരത്തിൻ്റെ തിരക്കും ബഹളവും എന്തൊക്കെയാണെന്ന്. ഇതൊരു വയസ്സായ ആനക്കുട്ടിയാണ് കേട്ടോ. അവൾക്ക് വയ്യാന്ന് തോന്നുന്നു, അവളെ മാറ്റി നിർത്തിയേക്കാണ് കേട്ടോ. അങ്ങനെ ഇവിടെ എല്ലാവരെയും കണ്ട് കുറേ പേരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തോട്ടോ, നമ്മുടെ ഗജവീരന്മാരുടെ ഒക്കെ കൂടെ. അങ്ങനെ അതെല്ലാം കണ്ട് ആസ്വദിച്ച് അവിടെ ഇങ്ങനെ തിണ്ടിത്തിരിഞ്ഞൊക്കെ കുറേ നേരം നടന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ അവരെല്ലാം തിരിച്ചു കൊണ്ടുപോവാണ്. അവിടെ ഭഗവാന് ചുറ്റും ചുറ്റി വന്നിട്ട് തൊഴണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരതാ കൊണ്ടുപോകണം. അപ്പോൾ അവർ ഭഗവാന് നടയിൽ ചുറ്റി വന്നതിന് ശേഷം വന്ന് തൊഴുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തൊട്ടടുത്ത് തന്നെ കേട്ടോ. പണ്ട് ഉത്സവത്തിന് പോകുമ്പോൾ അച്ഛനോട് ഞാൻ പറയും ഒരാനയെ നമുക്ക് കൊണ്ടുപോകാം, വീട്ടിൽ തെങ്ങുണ്ടല്ലോ നമുക്ക് അവിടെ കെട്ടിയിടാമെന്നൊക്കെ കുട്ടിക്കാലത്ത് പറയുമായിരുന്നു കേട്ടോ. ആനയെ കൊണ്ടുപോകാൻ ഒരുപാട് വാശി പിടിച്ച് കരഞ്ഞ സമയങ്ങളൊക്കെ ഉണ്ടതാ. ഇങ്ങനെതാ അവർ വരികയാണ്. അവർ ചുറ്റി കഴിഞ്ഞിട്ട് വലം വെച്ച് കഴിഞ്ഞിട്ട് വരികയാണ്. 3 ഗജവീരന്മാർ. ആ വരുന്ന ആ തലയെടുപ്പും ഭംഗിയും ആ ഗാംഭീര്യം എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. അത് കുറേ നേരം നിന്ന് ഞാൻ അങ്ങനെ ആസ്വദിച്ചു കേട്ടോ. അവർ വരുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. പക്ഷെ ഇവനുണ്ടല്ലോ എല്ലാവർക്കും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഇവൻ മിടുക്കനായിട്ട് അവിടെ നിന്ന് കൊടുക്കുന്നുണ്ടല്ലോ. സത്യത്തിൽ ഞാൻ വിചാരിച്ചു കേട്ടോ ഇവർക്കിതൊക്കെ അറിയാമോ, നമ്മൾ സെൽഫി എടുക്കാനോ ഫോട്ടോ എടുക്കുകയാണെന്ന്. ആ ഒരു പോസ് കണ്ടിട്ട് തന്നെ സത്യം പറഞ്ഞാൽ ചിരി വന്നു. ആ നിൽക്കുന്ന നിൽപ്പ് കണ്ടോ. അവൻ കുറേ നേരം അങ്ങനെ തന്നെ നിന്ന് കൊടുത്തു കേട്ടോ. ഫോട്ടോ എടുക്കുന്നവർ എൻ്റെ ഫോട്ടോ എടുത്തോളൂ, വീഡിയോ എടുക്കാനുള്ളവർ വീഡിയോ എടുത്തോളൂ, റീൽസ് എടുക്കാനുള്ളവർ റീൽസ് എടുത്തോളൂ, എന്നിട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണേ എന്ന മട്ടിലായിരുന്നു കേട്ടോ ആളുടെ നിൽപ്പ്. ആ നിൽപ്പ് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. ഞാൻ കുറേ നേരം ഇങ്ങനെ അതന്നെ നോക്കി നിന്നു കേട്ടോ. അങ്ങനെ അവർ തൊഴാനായിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. മുരുകനാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ ഭഗവാനെ തൊഴുത് അവരുടെ വയറ് നിറച്ചുള്ള ഫുഡും ഒക്കെ കഴിച്ച് കഴിഞ്ഞതാ അവർ തിരിച്ച് പോകാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഞാൻ നേരെ ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ പോവാണ്. ഭഗവാനെ കണ്ടില്ലെങ്കിൽ അതൊരു മോശമല്ലേ. അപ്പോൾ ചന്ദനമൊക്കെ തൊട്ട് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ആനക്കുട്ടന്മാരെ കാണാനുള്ള ബഹളായിരുന്നു. മൂത്തകുന്നം പത്മനാഭൻ, ഇവനെയും കേശവനെയും കാണാനാണ് ഞാൻ ഇത്ര പാടുപെട്ട് എത്തിയത് കേട്ടോ. പത്മനാഭൻ കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കുട്ടിയായിരുന്നു. മൂത്തകുന്നം എൻ്റെ അമ്മയുടെ നാടാണ് കേട്ടോ. അവിടെ ഉത്സവത്തിന് ഇവനെ ഒത്തിരി പേര് ഉത്സവത്തിന് നിരന്ന് നിൽക്കുന്നുണ്ട്, ഒത്തിരി ആനകളുണ്ട്. അപ്പോൾ ഇവനെ ആ പന്തലിൻ്റെ ഒരു സൈഡിൽ ഇവനെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇവനെ പൂമാലയൊക്കെ വെച്ച് അലങ്കരിച്ച് പിന്നെ ഇവനുള്ള പട്ടയൊക്കെ കൊടുത്തിട്ട് അവൻ ഇങ്ങനെ തലയെ കാട്ടി കുട്ടിയായിരിക്കുമ്പോൾ കാണിക്കുന്ന കുറേ കുസൃതികളൊക്കെ കാണിച്ച് ആ ഉത്സവത്തിൻ്റെ ഒരു മൂലയിൽ ഇവൻ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പന്തലിൽ തന്നെ ആയിരുന്നു കേട്ടോ, ഉത്സവത്തിൻ്റെ പന്തലിൽ തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് മുതൽ ഈ കുട്ടിക്കുറുമ്പനെ എനിക്കിഷ്ടമാണ്. പിന്നെ ഇന്നാൾ എന്നെ ഒന്ന് പേടിപ്പിച്ചു. ഇവൻ ഞാൻ പറവൂർ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഓടി വന്നു. ഇവൻ്റെ ജസ്റ്റ് തുമ്പിക്കയുടെ അരികത്ത് തന്നെ ആയിരുന്നു അവിടെ ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും ഉപദ്രവിക്കാതെ അവൻ അങ്ങ് ഓടിപ്പോയിട്ടോ. പറവൂരിൽ നിന്ന് ഓടിട്ടോ അവൻ മൂത്തൂന്നത്ത് പോയി. അവന് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ആണ് അവൻ പോയി നിന്നതെന്നൊക്കെ പറഞ്ഞു. ഇത് മധുരപ്പുറം കണ്ണൻ. അങ്ങനെ ഓരോരുത്തരുടെ കൂടെ ഫോട്ടോ എടുത്ത് അപ്പോഴാണ് ഞാനൊരു ആനയെ കണ്ടത് കേട്ടോ. അപ്പം ഞാൻ ആ പാപ്പാനോട് സംസാരിച്ചു കേട്ടോ. അപ്പോൾ പാപ്പാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു ചേട്ടാ എന്തുകൊണ്ട് അവരിങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അവരെ ഉപദ്രവിക്കുന്ന പാപ്പാന്മാരെയാണ്, അവർ സമയം കിട്ടുമ്പോൾ ഉപദ്രവിക്കുന്ന, അവർ പൊന്നുപോലെ നോക്കുന്ന ഒരു പാപ്പാന്മാരെയും അവരെ ഉപദ്രവിക്കാറില്ല മോളെ എന്ന് പറഞ്ഞു. പിന്നെ ഇവരുടെ ആയുസ് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പണ്ട് 90 വയസ്സ് വരെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ 60 വയസ്സിൽ തന്നെ എല്ലാവരും പോവാണ് എന്ന് പറഞ്ഞു. നമ്മുടെ മനുഷ്യരെ പോലെ തന്നെ അവർക്കും ആയുസ് കുറഞ്ഞു എന്നാണ് കേട്ടോ ആ ചേട്ടനും പറഞ്ഞത്. അങ്ങനെ അവരുടെ കൂടെയൊക്കെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുക. പിടിയാനെ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ, ഭയങ്കര കുട്ടിത്തം തോന്നുന്ന ഒരു ഫേസ് ആണല്ലേ പിടിയാന കുട്ടികൾക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഓരോ പിടിയാനയും കാണുമ്പോൾ എന്തോ ഒരു രസമാണ് കേട്ടോ തോന്നിയത്. എനിക്ക് ഇവളെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. ബാക്കി എല്ലാ ആനകളെയും നമ്മൾ കണ്ടു. പിന്നെ കുറുമ്പനായ പത്മനാഭനെയും കണ്ടു. പിന്നെ കേശവനെ കാണാനായിട്ട് പോവാണ്. അവനിവിടെ അമ്പലത്തിൻ്റെ പറമ്പിൽ കെട്ടിയിട്ടില്ല.
വരാം. അപ്പോൾ കേശവനെ കണ്ടിട്ട് വരാം. കോട്ടയത്തിൻ്റെ സ്വന്തം അഹങ്കാരമായ പുതുപ്പള്ളി കേശവനെ കാണാനാണ് കേട്ടോ ഞാൻ പോയത്. അവൻ അവിടെ ദൂരെ ഒരു വീട്ടിലാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയി അവൻ്റെ കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്ത് അവൻ്റെ വീഡിയോ ഒക്കെ എടുത്തില്ലെങ്കിൽ അതൊരു മോശമല്ലേ, അവനെ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ അവനെ കെട്ടിയിരിക്കുന്ന ആ വീട് കണ്ടെത്തി ചെന്ന് അവൻ്റെ ഫോട്ടോ എടുത്തു. ഇത് നമ്മുടെ ഫോളോവർ ആയിട്ടുള്ളൊരു കുട്ടിയാണ്. എന്നെ കണ്ടപ്പോൾ തന്നെ ദൂരെ നിന്ന് ഓടി വന്നു കേട്ടോ. ഇതെൻ്റെ അയൽവാസിയാണ് കേട്ടോ. ഇവനോട് ഞാൻ എന്താ ചോക്കോബാർ വാങ്ങിച്ചു വെച്ച് ഞാൻ ചോക്കോബാറിൻ്റെ പൈസയൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ അവൻ്റെ കൂടെ കുറച്ച് നേരം സംസാരിച്ചിട്ട് ചോക്കോബാറൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ കുറച്ച് സമയം കൂടി ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോന്നു. പിന്നെ വെള്ളയപ്പവും മുട്ടക്കറിയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ഇതാ ഒരു സർബത്ത് കൂടി കുടിച്ചു. ആനയൂട്ട് കഴിഞ്ഞ് പോയെങ്കിലും കുഴപ്പമില്ല, ആനകളൊക്കെ കാണാൻ പറ്റിയല്ലോ. പിന്നെ മക്കളെ, ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റിയിടണം. നിങ്ങളുടെ സന്തോഷം എന്താണോ ആ സന്തോഷത്തിന് ഒരുപാട് പ്രാധാന്യം നൽകി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. കിട്ടുന്ന സമയമെല്ലാം നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക, സന്തോഷിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ. കടന്നു പോകുന്ന സമയങ്ങളൊന്നും തന്നെ നമുക്ക് തിരിച്ചു കിട്ടില്ല. തിരിച്ചു കിട്ടാത്ത സമയം നമുക്ക് എന്നും ഒരു വേദന തന്നെ ആയിരിക്കും. അതുകൊണ്ട് കിട്ടുന്ന സമയം അടിച്ചു പൊളിക്കുക, സന്തോഷിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ, ലവ് യു, ലവ് യു.